അല്ല, അത് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയൊരു ചങ്ക് ബ്രോ ആയിട്ടുള്ള ഒരാളെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് അതിൽ വിഷമം തോന്നുന്നതിൽ നമുക്ക് തെറ്റ് പറയാനൊക്കില്ല. അല്ല, എനിക്ക് തോന്നുന്നില്ല അതൊരു റെലവെന്റ് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. അദ്ദേഹത്തിനെ വിളിച്ചതാണോ, ഇനി അദ്ദേഹം ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് പോയതാണോ, ഇതൊന്നും നമുക്കറിയില്ല. 2019 ഉണ്ടായിരുന്നു. അത് തന്നെ മതി ലോകത്തിന് വലിയ തോതിൽ ഒരു സമാധാനം. ഇപ്പം ഗാസ വരുന്നതിന് തലേ ദിവസം തന്നെ ഗാസയിലെ അത് ഇസ്രായേലിനെ കൊണ്ട് ചെവിക്ക് പിടിച്ച് ചെയ്യിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൈന ഒരു അയൺ വാൾ കിട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അവിടെ ചെന്ന് ഇവർക്ക് സോഷ്യൽ മീഡിയ ഇല്ല. അവർക്ക് ഇവിടെ അങ്ങനല്ല. നമുക്ക് ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ എന്തും പ്രചരിപ്പിക്കാനും ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇന്റർവ്യൂ പോലും ഒരു പക്ഷേ വൈറലാക്കാനോ അല്ലാതിരിക്കാനുള്ള കൺട്രോൾ സ്വിച്ച് ഇരിക്കുന്നത് ഈ പറയുന്ന ഒരു US ബേസ്ഡ് ആളുകളുടെ കയ്യിൽ തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇനി കുറയുമെന്ന് എനിക്കറിയില്ല. കുറയുമായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചിവിടെയാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു സന്യാസിയുടെ ഒരു രൂപവും ഭാവവും, അതായത് അദ്ദേഹത്തിന് വീട്ടിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും കൊണ്ട് ഒരു സഞ്ജീവമായിട്ട് ഞാൻ പോകുമെന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തി താല്പര്യങ്ങളില്ല. അതാണ്, ഒരാൾ ഒരു അങ്ങേയറ്റവും മറ്റേ ആൾ ഇങ്ങേയറ്റവും ഉള്ള രണ്ട് വ്യക്തികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് രാഷ്ട്ര താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഈക്വൽ ടേംസിൽ ഒരു പക്ഷേ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനും ഡീൽ ചെയ്യാനും മറ്റുമൊക്കെ ഉള്ള ഒരു അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഒന്ന് ചുരുക്കത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായി വ്യക്തി താല്പര്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഇല്ലാത്ത, എന്നാൽ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തുന്ന, അതിൽ തർക്കമുണ്ടാകാമെങ്കിലും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് വ്യക്തികൾ, മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള. നമ്മളെപ്പോഴും നമ്മുടെ ഒപ്പോണന്റിനെ റെസ്പെക്ട് ചെയ്യുന്നതിനൊരു വലിയ അപ്പൊ ഒന്നുകിൽ ഞാൻ കാണുന്നത് ഇയാൾ എൻ്റെ അടുത്ത് എന്തോ പരസ്പരം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതും ഒരു പ്രധാന കാര്യമാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഈ ബൈഡൻ എന്ന് പറയുന്നത് വാസ്തവം പറ്റിയൊരു നമുക്കൊരു വീക്കായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഓൾഡ് ഏജിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു എക്കോ സിസ്റ്റം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു വലിയ എക്കോ സിസ്റ്റത്തിന്റെ, സൊറോസ് ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ ഒരു പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യിലെ കളിപ്പാവയായിട്ട് അദ്ദേഹം മാറിയുന്നുണ്ട്. നമ്മൾ ഈ ഭാഗം പറഞ്ഞു നിർത്തി. ഇതുവരെ കേൾക്കുന്നത് സംസാരിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഭരണത്തിൽ യഥാർത്ഥത്തിൽ വരുമ്പോൾ ഇത്തരം ട്രേഡ് പോലെയുള്ള കാര്യങ്ങളിൽ തർക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പരിഹരിച്ചു പോകാനാണ് സാധ്യത. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം നേരിടുന്ന ചില ഭീഷണികളുണ്ട്. ആ വിഷയങ്ങളിൽ അമേരിക്കയുടെ സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന്, ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി വരുന്നുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ്റെ തീവ്രവാദത്തിൻ്റെതായ ഒരു ഭീഷണിയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്തായിരിക്കും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു നിലപാട്, പ്രത്യേകിച്ച് ചൈനയുമായി ബന്ധപ്പെട്ട്? ചൈന ഭാരതത്തിന് ചുറ്റും ഒരു വലയം സൃഷ്ടിക്കുന്നുണ്ട്, സ്വാധീന മേഖല സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഷ്യനിൽ സ്വാധീന ശക്തി ഉപയോഗിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊക്കെ എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു നേരത്തെ നമ്മൾ സംസാരിച്ചു, ഈ മാർക്കോ റൂബിയോ ഒക്കെ പറയുന്ന, അപ്പോൾ അവർ പറയുന്നത് ഡിഫൻസ് ടെക്നോളജി ഭാരതത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ റെസൊല്യൂഷൻ മൂവ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ ഈ ഡിഫൻസ് ടെക്നോളജി കൊടുക്കുന്നത് എന്തിനാ? ഒരു സഖ്യരാഷ്ട്രത്തിനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്രയും ഒരു ചെറിയ രാഷ്ട്രം ഇങ്ങനെ പിടിച്ചിരിക്കുന്നു? അവർക്കുണ്ടാകുന്ന മിലിറ്ററി ആൻഡ് എക്കണോമിക് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു ചെറിയൊരു സ്റ്റേറ്റിന് ഇങ്ങനെ ഒരു ഇറാൻ പോലുള്ള രാഷ്ട്രങ്ങളോട് മല്ലടിച്ച് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ത്യയെ കൂടെ അതുപോലെ ശക്തമാക്കണം, അത് അവരുടെയും കൂടെ ആവശ്യമാണ് എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മളൊരു സ്ലേവ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഈ പണ്ട് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് പോലെ ഉള്ളൊരു അടിമ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു ഈക്വൽ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഈ ക്വാഡ് ഒരു പക്ഷേ കുറെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ ഈ പറയുന്ന ഭാരതത്തിന് ചുറ്റും ചൈന ഒരുക്കിയിട്ടുള്ള ആ ഒരു പേൾ ഓഫ് സ്ട്രിങ്സിന്റെ ഒക്കെ ഒരു മറികടക്കാൻ വേണ്ടി ക്വാഡിന്റെ അപ്പൊ അതിന് ഡെഫിനറ്റ് ആയിട്ടും ക്വാഡിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം 4 രാഷ്ട്രങ്ങളുടെ, ഇന്ത്യ, US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ, ആ ഒരു മിലിറ്ററി സ്ട്രെങ്തൻ ചെയ്യാൻ തന്നെയാണ് ചാൻസ്. വിച്ച് വിൽ എന്റെ കയ്യിൽ ഇതുണ്ട്, നമ്മളൊരു ഈക്വൽ ആണെങ്കിൽ വി വിൽ നോട്ട് ഫൈറ്റ്. അപ്പൊ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ മിലിറ്ററി ബിൽഡപ്പിന്. അപ്പൊ ഇന്ന് ആ സമയം നമുക്ക് എല്ലാവർക്കും അറിയാം മിലിറ്ററി സൊല്യൂഷൻ ഇല്ല.
നൗ ട്രേഡ് ഹസ് ബിക്കം വാർ. വാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത്. അപ്പൊ ഇന്ന് വാർ എന്ന് പറയുന്നത് ആണ് യഥാർത്ഥ യുദ്ധം. ട്രേഡാണ് യുദ്ധം. അപ്പൊ അവിടെയാണ് ട്രംപ് പറയുന്നത് ഐ വിൽ ഇമ്പോസ് ടാരിഫ്സ്. അപ്പം എന്ത് പറ്റി? നമ്മുടെ എക്കോണമിയെ പിടിച്ചു നിൽക്കുന്ന ഇന്ന് ആഗോളമായിട്ട് നടക്കുന്ന ഒരു വാണിജ്യമാണ്. ഈ വാണിജ്യം വ്യവസായം ഇമ്പാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ, അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇത് വീക്കെൻഡായി തുടങ്ങി. നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റിനെ പറ്റിയൊക്കെ നമ്മൾ പണ്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ചൈനയുടെ ഇത് ഒരു ഞാനൊരു വലിയ ത്രെറ്റായിട്ട് ചൈന ഇന്ന് കാണുന്നില്ല. കാരണം ഈവൻ ദോ അവർക്ക് ഈ എക്കോണമി സെക്കൻഡ് ഇതുണ്ട്, ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇതുണ്ട്, പക്ഷെ അവർ സ്ക്വാണ്ടർ ചെയ്തോ എന്നൊരു സംശയമുണ്ട്. അവരുടെ ഈ കിട്ടുന്ന പണം മുഴുവൻ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ മറ്റുമൊക്കെ ആളുകൾക്ക് പണം കൊടുത്തുമൊക്കെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. എന്നാൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചൈനയ്ക്ക് പറ്റിയിട്ടില്ല. എല്ലായിടത്തും കോളനൈസേഷൻ ആണ് എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് എതിർപ്പ് വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് ഇൻക്ലൂഡിംഗ് പാകിസ്ഥാൻ. കറക്റ്റ്. രണ്ട്, ഇവരുടെ ഡെമോഗ്രഫി. കാരണം പോപ്പുലേഷൻ ഇസ് ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ്. ഈ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം ചൈന ഹാസ് ഓൾറെഡി റീച്ച്ഡ് ഓൾമോസ്റ്റ് നിയറിങ് 40. അപ്പൊ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരണമെങ്കിൽ, പുതിയ മാനുഫാക്ചറിങ് വരണമെങ്കിൽ അത് ഡെമോഗ്രാഫി നോക്കുമ്പോൾ ഒരു 55-60 വയസ്സ് വരെയൊക്കെയുള്ള ആളുകളുടെ ഒരു ലോഞ്ചിവിറ്റിയാണ് നോക്കുന്നത്. അപ്പം നമ്മൾ 25 വയസ്സുള്ള ഒരു നേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് അടുത്ത ഒരു 30-40 വർഷം വരെയൊക്കെ ഈ മാനുഫാക്ചറിങ്ങിന് നമുക്ക് ആളുകളെ കിട്ടും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 40 ആയെങ്കിൽ ഇനി ഒരു 10-20 വർഷത്തേക്കേ ഉള്ളൂ. എക്സാക്ട്ലി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് യുദ്ധം മാത്രമല്ല. അപ്പൊ ഇന്ന് ആക്ച്വലി ഈ എക്സ്പാൻഷനിസ്റ്റ് ചൈന എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴും ഈ അതിര് മാന്താൻ നിൽക്കുന്ന ചൈന എന്നൊക്കെ പറയുന്ന അവർക്ക് ആക്ച്വലി ഈ ഗൽവാനൊക്കെ ഭയങ്കര തിരിച്ചടി ഉണ്ടായി. അപ്പൊ അവർ സൈക്കോളജിക്കലി അതുകൊണ്ട് എക്കണോമിക്കലി. അപ്പൊ ഇവരുടെ ആർമി പഴയതുപോലെയുള്ള, കാരണം വൺ ചൈൽഡ് ഫാമിലീസിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ അവർക്ക് ആ പറയുന്ന പോലുള്ള ഒരു ഗ്രിട്ടോ ഒരു ഇതൊന്നും സ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ അതിർത്തിയിലൊക്കെ ഇവരുടെ ഇത് ഒരു പക്ഷേ കുറയും. അവരുടെ കാര്യം ഇപ്പം എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലെ പ്രശ്നം ആദ്യം തീർക്കാൻ നോക്കും. അപ്പോൾ എക്കോണമിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ചൈന വിൽ മോർ ഇൻട്രസ്റ്റഡ് ഇൻ സെറ്റിലിംഗ് ദെയർ ഇഷ്യൂസ്. അതിനകത്തുള്ള ഇഷ്യൂസിൽ ഈ US-നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഈക്വലി ഇത് അത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ന് മാനുഫാക്ചറിങ്ങിനും മറ്റുള്ള ആളുകൾ വേണം. അതിന് ഭാരതം മാത്രമേ ഉള്ളൂ എന്നൊരു മേ ബി അടുത്ത സ്റ്റോപ്പ് ആഫ്രിക്ക ആയിരിക്കാം. അടുത്ത സ്റ്റോപ്പ് മേ ബി ആഫ്റ്റർ 20-30 years. ഇനി വരുന്ന കാലത്ത് ഒരു ഇന്ത്യ സെൻട്രിക് അല്ലാതെ ഒരു പോളിസി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള കാര്യം ട്രേഡ് ആണെങ്കിലും ഈ ബാക്കിയുള്ള രീതിയിൽ മിലിറ്ററി എന്ന് പറയുന്നതും ട്രേഡുമായിട്ട് വളരെ വളരെ കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ അതിനെ ഇത് ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മൾ മറ്റേ വിസ്താരം കൂട്ടാനോ അല്ലെങ്കിൽ അനക്സ് ചെയ്യാനോ ഇപ്പൊ നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ വലിയൊരു രാഷ്ട്രമാണ്, അങ്ങനെ അല്ല ഇന്നത്തെ ഒരു രീതിയിലുള്ള ചിന്ത. അപ്പൊ ഒരു എക്സ്പാൻഷനിസ്റ്റ്, ഇപ്പം ട്രംപ് പറഞ്ഞു ഞങ്ങൾക്ക് മറ്റേ ഇത് വേണം, മെക്സിക്കോ ഇതില്ല എന്നൊക്കെ പറയുമ്പോഴും ആക്ച്വലി അടുത്ത സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ പറയുമെങ്കിലും ബേസിക്കലി അമേരിക്ക ഹാസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ഹാൻഡ്. അവർക്ക് അവരുടേതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവരുടെ ഡെറ്റ് എന്ന് പറയുന്നത് വളരെ ഇഷ്യൂസ് ആണ്. നമ്മൾ ഇപ്പം എന്ത് പറ്റി, ഒരു പക്ഷേ ട്രംപ് ഇതെല്ലാം പറയുന്നത് ഇതിൽ നിന്ന് ഒരു ജനശ്രദ്ധയും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അമേരിക്ക ഹാസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ഹാൻഡ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മറ്റേ കൊടുത്ത പണമൊക്കെ തിരിച്ചു പിടിക്കണം, പാകിസ്ഥാന് കൊടുത്ത പൈസ തിരിച്ചു തരണം. കാരണം ദേ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് മണി ടു സ്പെൻഡ് എനി മോർ. പിന്നെ കോവിഡിന് അവർ ഈ നോട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തതൊക്കെ ഒരുപാട് ഇൻഫ്ലേഷൻ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ഈ ട്രേഡ് നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ അങ്ങയുടെ ആ ഒരു പെർസ്പെക്റ്റീവ്
കറക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നമുണ്ട്. അതായത് ഈ പറയുന്ന ഡീപ്പ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നു, സോറോസിൻ്റെ നേതൃത്വത്തിൽ ഇവരുടെ ഭാരതത്തിനുള്ളിലുള്ള ഇൻഫ്ലുവൻസ്, ഇത് നമുക്കെന്നും ഒരു തലവേദനയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ കാസ്റ്റ് സെൻസസ് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ പലയിടത്തുനിന്നും ഇത്തരത്തിൽ കിട്ടിയ ഇൻപുട്സിൻ്റെ ബേസ് ചെയ്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ശല്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ചൈനയുടെ ശല്യങ്ങൾ, മറുവശത്ത് ഈ ഡീപ്പ് സ്റ്റേറ്റ് ഭാരതത്തെ വീക്കൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പോലും മിസോറാമിൻ്റെ CM തന്നെ ലാൽഡു ഹോമ, അദ്ദേഹം 24 സെപ്റ്റംബറിൽ 2024 ചെന്ന് പറഞ്ഞ് നമുക്കൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരം തലവേദനകൾ ഒരു യാഥാർത്ഥ്യമാണ്. ട്രേഡും മറ്റു കാര്യങ്ങളുമായി ലോകം മുമ്പോട്ട് പോകുമ്പോഴും ഇക്കാര്യത്തിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ അദ്ദേഹം പൊളിച്ചെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കർമ്മപരിപാടിയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അത് ഭാരതത്തിന് ഗുണകരമായി മാറും, അതിന് മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒരുപക്ഷെ അവരുടെ കോൺസെൻട്രേഷൻ കൂടുതൽ ഭാരതത്തിലേക്ക് വന്നേക്കാം. ഇപ്പം ഈ റോഹിന്യൻസ് അവിടെ നിന്ന് അടിച്ചോടിക്കുമ്പോൾ ഇന്ത്യയിലോട്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ, കാരണം നെക്സ്റ്റ് ഗ്രോത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭാരതമായതുകൊണ്ടും, അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വേൾഡിലെ ബിഗർ എക്കോണമി ആകാനായിട്ടൊക്കെ പോകുമ്പോൾ നാച്ചുറലി, കാരണം അതിൻ്റെ ഒരു പക്ഷേ ഇൻഡിക്കേഷനാണ് ഇന്നലത്തെ ആ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടിവ്. വലിയ ഇടിവായിരുന്നു. അപ്പോൾ അതായത് ട്രംപ് അവിടെ വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണ് ഇവിടെ ഇടിയുന്നത്? പക്ഷെ സത്യത്തെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഫ്ലക്ച്വേഷൻ? ആക്ച്വലി അങ്ങനെ ഒരു റീസൺ ഇല്ല. ഗുഡ് ടൈം ടു ബൈ. അപ്പൊ ഈ ഹിൻഡൻബർഗ് തിരിച്ചു കയറും. അതല്ല, ഹിൻഡൻബർഗിന്റെ സമയത്ത് അദാനിയുടെ ഷെയർസ് വാങ്ങിച്ചവരെല്ലാം ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു നോഷണൽ സാധനമാണ്. അല്ലാതെ 7 ലക്ഷം കോടി നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കണക്കുകൾ ഒരു അർത്ഥത്തിൽ സാങ്കല്പികമാണ്. അതായത് ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും 100 രൂപയുടെ ഷെയർ ഉണ്ടായിരുന്നു, അതിന്റെ വില ഇന്ന് 50 ആയി. അപ്പൊ 50 രൂപ ലോസ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അത് ബുക്ക് ചെയ്തിട്ടില്ല. ഇത് വിറ്റാലേ 50 രൂപ ലോസ് വരുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു, അപ്പൊ ഇത് ഇത്രയും ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു ബാരോമീറ്ററാണ്. അപ്പം അവിടെ ട്രംപ് അധികാരത്തിൽ വന്നപ്പം ഇവിടെ 7 ലക്ഷം കോടിയുടെ ടാങ്ക് ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? അപ്പം നാച്ചുറലി ദർ ആർ എക്സ്റ്റേണൽ ഫോഴ്സസ്. അല്ലാതെ ഇന്ത്യയുടെ പെർഫോമൻസ് വെച്ചോ ഇതൊന്നും അല്ല ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ്സ് ബിഹേവ് ചെയ്തത്. ഇതൊരു നീജർക്കാണ്. അപ്പോൾ ഇതിനകത്ത് മേജർ ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സാണ് ഇതിനകത്ത് വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരും, ഇത് അവർ എടുത്തുകൊണ്ട് പോകും, ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ വീണ്ടും തരും. അപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മേജർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള സോറോസോ അല്ലെങ്കിൽ ബ്ലാക്ക് റോക്കോ അങ്ങനെയൊക്കെയുള്ള വിദേശ ഫൈനാൻസിയേഴ്സ് തന്നെയാണ്. ഒരു പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ ആകാം. അവരുടെ ഫോക്കസും നാളെ ഇന്ത്യ ആയിക്കൂടാ എന്നില്ല. നമ്മൾ വളരെ ശക്തമായി വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടം. 2, ഈ ഡീപ്പ് സ്റ്റേറ്റിനെ ന്യൂട്രലൈസ് ചെയ്തു. അവരുടെ ഒരു ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ പൊളിറ്റിക്കൽ പവർ ഇല്ലാതായാൽ അവരുടെ ഇൻഫ്ലുവൻസിൻ ബാക്കിയുള്ള ലോക എക്കോണമീസിലുള്ള ഇൻഫ്ലുവൻസും ഒരു പക്ഷേ കുറഞ്ഞേക്കാം. പക്ഷെ ഇത് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണേണ്ട ഒരു കാലം. അമേരിക്കയിൽ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒക്കെ ഇല്ല. അപ്പൊ നാച്ചുറലി അവരുടെ അവിടെ നിന്ന് ശ്രദ്ധ അല്ലെങ്കിൽ അതിന്റെ ഇത് മാറാം. ചൈന ഒരു അയൺ വാൾ കെട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അവിടെ ചെന്ന് ഇവർക്ക് സോഷ്യൽ മീഡിയ ഇല്ല. അവർക്ക് ഇവിടെ അങ്ങനല്ല. നമുക്ക് ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ എന്തും പ്രചരിപ്പിക്കാനും ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇന്റർവ്യൂ പോലും ഒരു പക്ഷേ വൈറലാക്കാനും അല്ലാതിരിക്കാനുള്ള കൺട്രോൾ സ്വിച്ച് ഇരിക്കുന്നത് ഈ പറയുന്ന ഒരു US ബേസ്ഡ് ആളുകളുടെ കയ്യിൽ തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇനി കുറയുമെന്ന് എനിക്കറിയില്ല. കുറയുമായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വളരെ വളരെ കറക്റ്റാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ എനിക്ക് തോന്നിയ വേറൊരു വിഷയം ഖാലിസ്ഥാനാണ്. ഖാലിസ്ഥാൻ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഗുർപത്വന്ത് സിംഗ് പന്നൂൻ, ഞാൻ ട്രംപിനോട് വളരെ അടുത്ത ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ട്രംപിൻ്റെ ഇനോഗ്രേഷൻ സെറിമണിയിലൊക്കെ പോയ കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ എന്തായിരിക്കാം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് എന്തെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴത്തെ ഘട്ടത്തിൽ? അല്ല, എനിക്ക് തോന്നുന്നില്ല അതൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല.
അദ്ദേഹത്തിനെ വിളിച്ചതാണോ, ഇനി അദ്ദേഹം ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് പോയതാണോ, ഇതൊന്നും നമുക്കറിയില്ല. 2019 ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ചില ആളുകൾ ഫോട്ടോ എടുക്കില്ലേ, ഒരു സെൽഫി ഒക്കെ എടുത്ത് കാണിക്കുന്നത് പോലെയൊക്കെ ഉള്ള കാര്യമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യും. റെലവൻസ് നോക്കൂ, ഈ പന്നൂന് എന്താണ് US കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒക്കുന്നത്? ഈ ഖാലിസ്ഥാൻ വാദം കൊണ്ട് US എന്താണ് ബെനഫിറ്റ്? അപ്പം ട്രംപ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനാണ്. അതെ അതെ, പച്ചയ്ക്ക് ബിസിനസ്മാൻ. അദ്ദേഹം ബിസിനസ്സിലേക്കാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഒരു സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു ഫിയേഴ്സ്ലി നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പന്നൂൻ വന്നു, ശരി എന്നാ കൊള്ളാം, ഒരാൾ വന്നാൽ ഇത് ചെയ്യും. പക്ഷേ ഭാരതമാണോ അതോ ഈ പറയുന്ന 4, 3, 7 പേരുള്ള ഒരു കുടയും പിടിച്ച് നടക്കുന്ന അക്രമം കാണിക്കുന്ന ഒരുത്തനാണോ? അത് വളരെ കറക്റ്റാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് റെലവൻ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെ ഒരു കേസുണ്ട് അവിടെ. പന്നുനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ ഒരു ഇന്ത്യക്കാരനെ അവർ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ഇൻ്റലിജൻസ് ഓഫീസറെ അവർ പ്രതി ചേർത്തിട്ടുണ്ട്. ഭാരതത്തിനെതിരെയുള്ള ഒരു കേസാണ്, ഭാരത സർക്കാരിനെതിരെ. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആ കേസിലൊക്കെ ഈ നയം നമുക്കറിയാൻ സാധിക്കും, മാറ്റം. അതെ, അപ്പം ലോ വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. നാളെ വന്നിട്ട് അതെ അതെ മേ ബി ഇദ്ദേഹം റൈറ്റേഴ്സിന് ഒരു പാർഡൻ കൊടുത്ത പോലെ ഒന്നും കൊടുക്കാനായിട്ട് ചെയ്യില്ല. നമ്മളും ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ഒരു റിക്വസ്റ്റും കൊടുത്ത് കാണില്ല. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള പവർ ഇല്ല. നമ്മൾ ആരെയാണ് സപ്പോർട്ട്, ഇപ്പൊ അറക്കൻ ആർമിയെ ഭാരതം സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവര് നമുക്ക് റെലവെന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, നമ്മുടെ ദേശീയ താല്പര്യം. അത്രേ ഉള്ളൂ. അപ്പോ ഇത് എന്താണ് US സംബന്ധിച്ച് അവരുടെ ദേശീയ താല്പര്യം പന്നുവിനെ കൊണ്ടു നടക്കുന്നതാണോ അല്ലയോ? അതെ അതെ അതെ, വെരി സിമ്പിൾ. അതെ അതെ. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ പന്നൂൻ ഈസ് റെലവെന്റ്. ആക്ച്വലി കാനഡയിൽ പോലും ഒരു പക്ഷേ ഒരു അടുത്ത സ്റ്റേറ്റ് ആകണമെന്ന് പറയുന്ന ഒരു ഭരണകർത്താവിന്റെ ഗവർണറെന്നാ വിളിക്കുന്നത്, ഗവർണർ ട്രൂഡോ എന്നൊക്കെ പറഞ്ഞ് അത് പുച്ഛിക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല പന്നൂർ അതിനകത്ത് ഒരു വളരെ സ്മോൾ ഫ്രൈ ആണ്. തീർച്ചയായിട്ടും അതിന്റെ അർഹിക്കുന്ന അവജ്ഞയോടെ അത് തള്ളിക്കളയണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഒരു ഡിസ്കഷന്റെ ഒരു അവസാനം എത്തുമ്പോൾ 2 കാര്യങ്ങൾ അങ്ങയുടെ ഒരു ചിന്തയിൽ ലോകം കുറച്ചുകൂടി സമാധാനമുള്ള ഒന്നായി മാറുമോ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ? ഞാൻ ഈ ചോദിക്കാൻ കാരണം ഇത്രയും ബഹളവും വെടിയും പുകയും ഒക്കെ ഉണ്ടെങ്കിലും യുദ്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടായ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രസിഡന്റ് എന്ന നിലയിലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് കഴിഞ്ഞ ടേമിൽ. അപ്പോൾ ലോകം കുറച്ചുകൂടി പീസ്ഫുൾ ആവും, സമാധാനം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? രാജേഷ്, ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചു. നമ്മുടെ ഈ യൂനിസിലെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് അയാൾക്ക് എന്തോ ഒരു നോബൽ സമ്മാനം. അതെ അതെ അതെ, 2006 സമാധാനത്തിനുള്ള നോബൽ. അദ്ദേഹം എന്താ ചെയ്യുന്നേ? ഇപ്പൊ അദ്ദേഹം വംശഹത്യയാണ് നടത്തുന്നത്. അതെ അതെ. അപ്പൊ പീസ് പ്രൈസ് ആക്ച്വലി കൊടുക്കേണ്ടിയിരുന്ന ആർക്കായിരുന്നു? യുദ്ധം നടത്താത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഇത് ഒള്ളി പ്രസിഡന്റ്. ശരിയാണ്. 4 വർഷം ഈ ഇറാനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ബോംബിടും, മറ്റേ യുദ്ധം വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ആക്ച്വലി വാർ വേജ് ചെയ്യാത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു 45th ടെന്യൂറിൽ. അതെ അതെ. അപ്പോ മാത്രവുമല്ല, ഇസ്രായേലും മിഡിൽ ഈസ്റ്റും തമ്മിൽ ഒരു പീസ് ബ്രോക്കർ ചെയ്ത ഒരു മനുഷ്യനും കൂടെയാണ്. സൗദി അറേബ്യയുമായിട്ട് ഇസ്രായേലിന് ബിസിനസ് ഡീൽ ഉണ്ടാകുന്നു. പണ്ട് UAE പോകണമെങ്കിൽ ഇസ്രായേലിന്റെ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ദുബായിൽ ഇറങ്ങാൻ ഒക്കില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ട്രാവലെക്സും ഷെട്ടിയുടെ UAE എക്സ്ചേഞ്ചും ഒക്കെ വാങ്ങിച്ചത് ഏതാണ്ട് $1 $1 വാങ്ങിച്ചത് ഒരു ജൂത കമ്പനിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ദുബായ് പോയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇസ്രായേലിൽ നിന്ന് വരും എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയതിന്റെ തുടക്കം ഉണ്ടാക്കിയെടുത്തൊരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ്. അഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ മകൻ ഒരു ജൂ ആണ്. ഒരു പക്ഷെ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഫാമിലിയുടെ ഒരു ഇൻഫ്ലുവൻസ് പണ്ടുണ്ടായിരുന്നു. ഇവർ മുഴുവൻ എല്ലായിടത്തും ബാങ്കയും ഭർത്താവും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോ
നാച്ചുറലി ഇന്ന് കാണുന്നത് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു പ്രൈസ് ആണോ എന്ന് വരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയം. യൂനിസ് എന്ന് പറയുന്നത് ലഭിക്കാത്ത നോബൽ പ്രൈസ് എന്നും കൂടെ പറയാം. അതെ, അപ്പൊ യൂനിസിന് കിട്ടിയ നോബൽ പ്രൈസ് നമ്മൾ പറയണം പീസ് പ്രൈസ് ആണ്. അപ്പൊ മുഹമ്മദ് യൂനിസിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരും മൈക്രോ ഫൈനാൻസ് നടത്തിയ പലർക്കും കിട്ടേണ്ടതാണ്. അതെ അതെ, ഇതൊരു ലോബിയാണ്. അപ്പോ നോബൽ സമ്മാനത്തിന് തത്തുല്യമായ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ്. വളരെ കൃത്യമായിട്ട് നോബൽ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി. സത്യം. അതിന്റെ ഒരു ക്രൗണിങ് ഇതായിട്ടുള്ളത് പറയുന്നത് യൂനിസ് ഇന്ന് കാണിക്കുന്ന ആ ഒരു അട്രോസിറ്റീസ് ടുവേർഡ്സ് മൈനോറിറ്റീസ് ആണ്. ക്രിസ്ത്യൻ, ബൗദ്ധം, ഹിന്ദു ആ പോപ്പുലേഷനിൽ എന്നാൽ അവിടുത്തെ ജനങ്ങൾ, നമ്മളെന്ന ഒരു ലോങ് ഡിസ്കഷൻ നടത്തിയപ്പോഴും അവിടുത്തെ ജനങ്ങൾ ആക്ച്വലി വറീഡാണ്. കാരണം ഭാരതവുമായിട്ട് ഇത്രയും നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഇന്ന് അവിടെ വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അവരെ വളരെയധികം ബാധിക്കുന്ന എവറിബഡി ലൈക്സ് പീസ്ഫുൾ എക്സിസ്റ്റൻസ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് ഹി മേ നോട്ട് ബി എ വാർ മോങ്കർ, ഹി വിൽ ബാർക്ക്, ഹി മേ നോട്ട് ബൈറ്റ്. He will not. അപ്പൊ അത് തന്നെ മതി ലോകത്തിന് വലിയ തോതിൽ ഒരു സമാധാനം. ഇപ്പം ഗാസ വരുന്നതിന് തലേ ദിവസം തന്നെ ഗാസയിലെ അത് ഇസ്രായേലിനെ കൊണ്ട് ചെവിക്ക് പിടിച്ച് ചെയ്യിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ യുക്രൈൻ, റഷ്യ ഇദ്ദേഹം ഇത് ചെയ്തു തുടങ്ങി. അപ്പോ കോൺസെൻട്രേഷൻ ഫ്രം ഡിഫൻസ് ഇക്കോ സിസ്റ്റം വിൽ ഷിഫ്റ്റ്. എക്സാക്ട്ലി. കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇപ്പം റഷ്യ ടാർഗറ്റ് ചെയ്യുന്ന ഒരു നയം ഉണ്ടായിരുന്നു, അത് മാറാനുള്ള സാധ്യത. അപ്പോൾ ഒരു സ്പർദ്ധ മാറും. നമ്മളിപ്പോൾ ഇനി സ്പേസ് എക്സ്കവേഷനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഇലോൺ മസ്ക് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് സ്പേസിന് വലിയൊരു ഇതുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ വിൽ ഗ്രോ. അപ്പൊ അതിന്റെ ഷിഫ്റ്റ് ആ ഡിഫൻസിന്റെ ആ ഒരു ഈ പടക്കം ഉണ്ടാക്കി പൊട്ടിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി കുറെ കൂടെ ബെറ്റർ ആകാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. സ്പർദ്ധ മാറ്റിയിട്ട് ദേശീയ താല്പര്യത്തിൽ ഊന്നിയുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ. നമ്മൾ ഭാരതത്തിൽ ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചില്ല എന്നുള്ളത് എന്തോ വലിയ പോരായ്മയും ഭാരതത്തിൻ്റെ വിദേശ നയത്തിനും ഭാരത സർക്കാരിനും ഏറ്റ ഒരു വലിയ തിരിച്ചടിയും ആയിട്ട് നമ്മളുടെ മുത്തശ്ശി മാധ്യമങ്ങൾ പോലും പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു മാധ്യമം, ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ അവരുടെ ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ കത്തുമായി ജയശങ്കർ വാഷിങ്ടണിൽ എന്തോ ശുപാർശ കത്തുമായിട്ട് പോയെന്നുള്ള നിലയിലാണ്. എങ്ങനെ കാണുന്നു ആ ഒരു വിഷയത്തെ? അല്ല, അത് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയൊരു ചങ്ക് ബ്രോ ആയിട്ടുള്ള ഒരാളെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് അതിൽ വിഷമം തോന്നുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ ഒക്കില്ല. കാരണം അഗ്ലി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ ഒരാള് മോദി എന്റെ വളരെ ഫ്രണ്ടാണെന്നൊക്കെ പറയുമ്പോ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചില്ലാത്ത പോലെ ഒരു ദുഃഖം അല്ലേ? മകളുടെ കല്യാണത്തിൽ മാധ്യമങ്ങൾ അത് ഒരു അങ്ങനെ ഒരു, അതായത് ഞാൻ അങ്ങയോട് പറയുന്ന ഒരു കാര്യം, ജസ്റ്റിൻ ട്രൂഡോയെ വിളിക്കുന്നു, ചൈനീസ് പ്രീമിയറിനെ വിളിക്കുന്നു, പക്ഷെ മോദിയെ വിളിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഒരു മാനദണ്ഡം? വിളിച്ചു, ചൈനയില് ഷീ ജിൻപിങ്ങിനെ വിളിച്ചു, അദ്ദേഹം പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ്. എല്ലാ കൺട്രീസിനും അതിൻ്റെതായ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഭാരതത്തിന് നെഹ്റു ഏതെങ്കിലും പ്രസിഡന്റിന്റെ ഇനോഗ്രേഷന് പോയതായിട്ട് നമുക്ക് റെക്കോർഡുണ്ടോ? എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. അപ്പം ഇന്ദിരാഗാന്ധിയും പോയതായിട്ട് തോന്നുന്നില്ല. മൻമോഹൻ സിംഗ് ജി ഇത്രയും വലിയ അടുപ്പമായിരുന്നല്ലോ, അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ മോദിയെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമം വരും മാധ്യമങ്ങൾ. അപ്പോ ആക്ച്വലി ഇതിന്റെ ഒരു ഇത് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. ഈ പറയുന്ന പത്രങ്ങളിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, ഫൈൻ പ്രിന്റിൽ അല്ലെങ്കിൽ അതിന്റെ താഴെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭാരതത്തിന് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. നമ്മളൊരു ഈക്വലായിട്ടുള്ള ഒരു സ്റ്റേച്ചറിലുള്ള ഒരു രാജ്യത്തിൻ്റെ തലവനെ ഇത് ചെയ്യുമ്പോൾ വി ജനറലി സെൻഡ്, നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് ഭാരതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ഭാരതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് റെസ്പെക്റ്റ് ആണ് കിട്ടിയെന്നാണ് പിന്നെയുള്ള ചോദ്യം. അത് നരേന്ദ്രമോദിയാണോ, നാളെ യോഗി ആദിത്യനാഥാണോ, അല്ലെങ്കിൽ മറ്റന്നാൾ വേറൊരാളാണോ എന്നുള്ളതല്ല, ഭാരതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാരതത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റെസ്പെക്റ്റ് എന്താണ്? അദ്ദേഹത്തിന് മുൻനിരയിൽ തന്നെ ഒരു ഇരിപ്പിടം ഉണ്ടായി, അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റ് ഉണ്ടായി, ചർച്ചകൾ നടത്തി.
ഒരുപക്ഷെ ആദ്യത്തെ വിദേശ പര്യടനങ്ങളിൽ ഭാരതമായിരിക്കും, ഒന്ന് ചൈനയും ഭാരതവും ഒക്കെ ആയിരിക്കും ആദ്യത്തെ വിദേശ പര്യടനത്തിലെ ഒരു അജണ്ടയിലുള്ളത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഒരു ചീപ്പ് ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ പറയില്ലേ, ഇത് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു കുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് നമ്മുടെ മോദിയുടെ കത്തുമായിട്ട് ജയശങ്കർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഈ നെറേറ്റീവ് തുടങ്ങിയത് സുബ്രഹ്മണ്യം സ്വാമിയാണ്. അദ്ദേഹത്തിന് അറിയാം, നമുക്ക് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരുപക്ഷെ മോദി പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റിൽ നിന്ന് തുടങ്ങുന്നതാണ്. അതായത് മോദി എന്നെ ഇൻവൈറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് ജയശങ്കറിനെ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അത് ഇവർ ടേക്കപ്പ് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. എഗെയിൻ അത് അവർക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോട്ടെ. ഇതില് അങ്ങ് പറഞ്ഞ വളരെ കറക്റ്റാ. മാർക്കോ റൂബിയോ, അതായത് ജയശങ്കറിന്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത്, ഒരുപക്ഷെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം, അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യം ഒരു ചർച്ച എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. പാകിസ്ഥാൻ എഗൻസ്റ്റ് ആയിട്ട് ഇത്രയും രൂക്ഷമായി സംസാരിക്കുന്ന വേറൊരു വ്യക്തി ലോകത്തില്ല, അമേരിക്ക പോട്ടെ ലോകത്തില്ല. പാക് ഹോക്ക് എന്നാണ് എനിക്കൊരു പുതിയ വിവരം. അതെ. അപ്പൊ അദ്ദേഹത്തിനെ നിയമിക്കുന്നത് അത്ര രൂക്ഷമായിട്ട്, കാരണം ഒരു ബ്ലഡ് സക്കിംഗ് ലീച്ച് പോലെയായിരുന്നു പാകിസ്ഥാൻ. ഒരുപാട് പണം ഇവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് തന്നെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കണ്ടില്ലേ, ഒരു പരസ്യത്തില് പാരീസ് വി ആർ കമ്മിങ് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം പോലും. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തത് ഒരു പക്ഷേ ഒരു തെറ്റായി പോയി എന്ന് ശക്തമായി വിശ്വസിക്കുന്ന ഒരാളാണ് അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. തീർച്ചയായിട്ടും ആ ഒരാളുടെ അടുത്ത് നമ്മള് എനിക്ക് തോന്നുന്നത് വി ക്യാൻ ബി ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഈക്വൽ ടേംസിലുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷനാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നമുക്ക് അവിടെ നിന്ന് നമ്മൾ അതിന് പോകുന്നില്ല. വളരെ കൃത്യമായ ഒരു നിരീക്ഷണങ്ങളാണ്. വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ആഴത്തിൽ ജനാധിപത്യം വേരോടിയ രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഭാരതവും. ആ അർത്ഥത്തിൽ തന്നെ അവനവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നാൽ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന, സമാധാനം കൂടുതൽ പുലരുന്ന ഒരു ലോകത്തെയാണ് ഇപ്പോൾ നമ്മൾ ഈ അവസരത്തിൽ നോക്കിക്കാണേണ്ടത്. അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യാം. വളരെയധികം നന്ദി. നമസ്കാരം. നമസ്തേ.